ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാനൊരു അടിപൊളി മുട്ട ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഈ ബിരിയാണി പ്രഷർ കുക്കറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ 4 മുട്ടയാണ് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിനുശേഷം അരി നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. 2 കപ്പ് ബാസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് അരിയാണ് എടുത്തത്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം വീണ്ടും ഇത് കഴുകേണ്ട ആവശ്യമില്ല. ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചാൽ മതിയാകും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റണം. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സവാള ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ വറുത്ത് വെച്ച സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് സ്ട്രെയിനറിൽ ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ കാഷ്യൂ നട്ട്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മുട്ടയൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് 3 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. അല്പം ഉപ്പും കൂടി ചേർക്കാം. ഈ 4 മുട്ടയും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് 3 ഏലക്കയും 3 ഗ്രാമ്പൂവും 1 ചെറിയ കഷ്ണം പട്ടയും 1 തക്കോലവും ജാതിപത്രിയുടെ ഒരു ചെറിയ കഷ്ണവുമാണ് ഇപ്പോൾ ചേർത്തത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് വഴറ്റിയെടുക്കണം. 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ വഴറ്റാനായിട്ട് എടുത്തത്. ഈ ബിരിയാണി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണയായിട്ട് ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ പിന്നെ കഴുകാനുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോൾ അതുപോലെ പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യം വരുന്നില്ല. ഒരൊറ്റ പ്രഷർ കുക്കർ മാത്രം കഴുകിയാൽ മതിയാവും. അപ്പോൾ ഞാൻ സവാള വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് കൂടാതെ 3 പച്ചമുളക് കൂടി ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിവകകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയുമാണ് ഞാനിപ്പോൾ ചേർത്തത്.
ഈ ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. ഇതിനു മുമ്പ് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോയിൽ ഞാൻ ബിരിയാണി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിരിയാണി മസാലയുടെ റെസിപ്പി ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പൊടിവകളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ഈ മസാലയുമായിട്ട് യോജിച്ച് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ പ്രഷർ കുക്കർ ഒന്ന് അടച്ച് വെക്കുകയാണ്. 2-3 മിനിറ്റിനുള്ളിൽ ഈ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് മസാലയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. വീണ്ടും ഇത് മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി ഒരു സ്ട്രെയിനറിൽ എടുത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. 2 കപ്പ് ബാസ്മതി അരിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇതിലേക്ക്. ഈ അരി നന്നായിട്ടൊന്ന് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരി കഴുകിയ ശേഷമാണ് അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുന്നത്. അരമണിക്കൂറിന് ശേഷം വീണ്ടും അരി കഴുകേണ്ട ആവശ്യമില്ല. അത് അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കാനുള്ളത്. ഞാനിവിടെ 3.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പ് ബാസ്മതി അരിക്ക് 3.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരല്പം ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ അത് അരി വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന 4 മുട്ടയെ ഒന്ന് വെച്ച് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സവാളയാണ് ഇപ്പോൾ ചേർത്തത്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ നിറയെ നെയ്യ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ പ്രഷർ പോയിട്ട് വേണം പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 20 മിനിറ്റിന് ശേഷമാണ് കുക്കർ തുറന്നിരിക്കുന്നത്. നമ്മുടെ അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ആദ്യം സൈഡിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കുക. ചോറ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഇത് കുഴഞ്ഞു പോയിട്ടില്ല. ആദ്യത്തെ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് അടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ
ഒരു കിടിലൻ മുട്ട ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാച്ചിലേഴ്സിനും പ്രത്യേകിച്ച് പാചകമൊക്കെ ചെയ്തു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരമാകുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. റൈത്തയും ഈന്തപ്പഴവും അച്ചാറുമായിട്ടാണ് ഈ ബിരിയാണി ഞാൻ സെർവ് ചെയ്യുന്നത്. ഈന്തപ്പഴം അച്ചാറിൻ്റെയും റൈത്തയുടെയും റെസിപ്പികൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. അടുത്ത വീക്കെൻഡിൽ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്